എറണാകുളം കളമശ്ശേരിയിൽ പെൺകുട്ടിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ന് തിരിച്ചറിയൽ പരേഡ് നടക്കും. കാക്കനാട് ജയിലിലാണ് തിരിച്ചറിയൽ പരേഡ് നടക്കുക. പാലക്കാട് അഗളി സ്വദേശിയായ പ്രതിയെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ ചെന്ന്. വിപിൻ, തുടക്കത്തിലൊരു കവർച്ചയെന്ന വാർത്തയാണ് നമ്മൾ കരുതിയത്, പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു പീഡന ശ്രമമായിരുന്നു, മദ്യലഹരിയിലായിരുന്നു. അതായത് ഇയാളൊക്കെ പുറത്തിറങ്ങി നടന്നാൽ അതൊരു വലിയ വിപത്തായെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ അധമനെ തിരിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് തിരിച്ചറിയൽ പരേഡ് പുരോഗമിക്കുന്നത്? എപ്പോഴേക്ക് തിരിച്ചറിയൽ പരേഡ് ഉണ്ടാകും? ഇത്തരത്തിൽ പെൺകുട്ടി ഇയാളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ഐഡന്റിറ്റി അടക്കം നമുക്ക് പുറത്തു കൊടുക്കാനാകും എന്ന് തന്നെയല്ലേ വിശ്വസിക്കേണ്ടത്? തീർച്ചയായിട്ടും സുഹൈൽ, ഇപ്പോഴും ഈ ഒരു തിരിച്ചറിയൽ പരേഡ് ആരംഭിച്ചിട്ടില്ല. ഒരു പക്ഷേ അത് നാളത്തേക്ക് മാറ്റിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് കൂടി കളമശ്ശേരി പോലീസ് അറിയിക്കുന്നു. കാരണം കോടതി നടപടികളുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ കോടതിയിൽ നിന്നുള്ളൊരു അനുമതി ലഭിക്കുന്നതിനുള്ളൊരു താമസം, ആ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറിലോ ഒരുപക്ഷെ ഒരു തിരിച്ചറിയൽ പരേഡ് നടക്കും. അതിനുശേഷമായിരിക്കും ഇയാൾ അഗളി സ്വദേശിയാണെന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതിനപ്പുറം ഇയാളുടെ പേര്, മറ്റു വിവരങ്ങൾ, ചിത്രം എന്നിവയെല്ലാം തന്നെ പോലീസ് പുറത്തുവിടുകയും ചെയ്തു. അന്ന് മദ്യലഹരിയിൽ കൃത്യമായ ഉദ്ദേശം ഉണ്ടായിരുന്നു. അത് പീഡിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. ആ ഒരു ആളൊഴിഞ്ഞ ആ മേൽപ്പാലത്തിന് താഴെ വെച്ച് പീഡിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അത് നടക്കാതെ വന്നപ്പോഴാണ് അതൊരു കവർച്ചയായി മാറുന്നതും സ്വർണവും മൊബൈലും കവറുകയും ചെയ്തത്. ഏകദേശം 200ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് ഈ പ്രതിയിലേക്ക് എത്തുന്നത്. ഒരു താൽക്കാലിക ജോലിയുടെ ഭാഗമായിട്ടാണ് അയാൾ കൊച്ചിയിലേക്ക് വരുന്നത്. തൊട്ടപ്പുറത്തിരുന്ന് മദ്യപിക്കുകയായിരുന്നു. ഈ സമയത്ത് പെൺകുട്ടി അതിലൂടെ നടന്നു പോകുന്നത് കണ്ട് പെട്ടെന്ന് പുറകെ കൂടുകയും അതിനുശേഷം ഈ കവർച്ച നടത്തുകയുമായിരുന്നു എന്നുള്ളതാണ്. ഈ തിരിച്ചറിയൽ പരേഡിന് ശേഷമായിരിക്കും മറ്റ് നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുക. സുഹൈൽ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.